ഈ അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ സേനയെ അപകീർത്തിപ്പെടുത്താനുള്ള ലൈസൻസ് അല്ല എന്നല്ലേ അലഹബാദ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്ക് നൽകിയ വിമർശനങ്ങളുടെ രത്നച്ചുരുക്കം? ഒറ്റ ചോദ്യം പ്രശാന്ത് സർ. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സേനയല്ല, ആരെയും ആക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനല്ല അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം മറ്റുള്ളവനെ ആക്ഷേപിക്കുന്ന രീതിയിൽ വരുമ്പോഴാണ് അവൻ പറയുന്ന മാനനഷ്ടം എന്ന് പറയുന്നതിന് ആ ഒരു ഇത് വെച്ചിട്ട് അവൻ ക്ലെയിം ചെയ്യുന്നത്. ഇപ്പം ഇദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഇതാണ് ജോലി. വിവരക്കേട് എന്ന് പറയുന്ന കാര്യങ്ങൾ പലവട്ടം പറയുന്നതാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആളുടെ പണി. ഇപ്പം ഇദ്ദേഹം സൈന്യത്തെ ആക്ഷേപിക്കുന്ന നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണ്. ഇയാള് ആ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം സൈന്യത്തോട് തെളിവ് ചോദിച്ചതാണ്. അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. കാരണം ചൈനയെ യുദ്ധം തോറ്റിട്ട് തിരിച്ചു വന്ന പട്ടാളക്കാരോട് പോലും നമ്മളന്ന് ചോദിച്ചിട്ടില്ല എന്താ യുദ്ധം തോറ്റെന്ന്. സൈന്യത്തെ നമ്മൾ അതുപോലെ ബഹുമാനിക്കും. അറിയാമല്ലോ, നമ്മളൊരു സൈനികനെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു രോമാഞ്ചം, അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ വലിയ അപ്പൊ ഈ സൈന്യത്തോട് തെളിവ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് സൈന്യത്തിന് ആഭ്യന്തര വിഷയമായത് പറയുവാനും പറ്റത്തില്ല. മാത്രവുമല്ല അതൊരു ആക്ഷേപിക്കുന്ന പ്രശ്നമാണ്. ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്ന വിഷയം എല്ലാവരും ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും സിന്ദൂർ സംബന്ധമായിട്ട് വന്നിരിക്കുന്ന വിഷയമാണ്, അതിനുശേഷമുള്ള കാര്യമാണ്. അതിനിപ്പോ കുറെ വരും, ക്യൂ ആയിട്ട് വരും, കുഴപ്പമില്ല. അതിന് ആവശ്യം പോലെ ആക്ഷേപിക്കുന്നുണ്ട്, നിരന്തരമായി അത് ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പൊ സിന്ദൂരിന്റെ വിഷയമല്ല ഇത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇയാളൊരു ഭാരത് ജോഡോ യാത്ര നടത്തായിരുന്നു. നാട് മൊത്തം ഇയാൾ കൈയും വീശി കാലും വീശി ഒക്കെ നടന്ന് നാട്ടുകാരെ ഇങ്ങനെ ഇന്ത്യയെ ഞാനിപ്പോ രക്ഷപ്പെടുത്തി തരാം, എന്റെ കൂടെ കൂടണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ നാട്ടുകാരിത് കേട്ടിട്ട് ശരി ഏട്ടാന്നൊക്കെ പറഞ്ഞ് വിട്ട് അന്ന് നടത്തിയ പ്രസ്താവനയാണ്. അന്ന് നടത്തിയ പ്രസ്താവന എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ നാട് നീളെ നടക്കുമ്പോൾ കോൺഗ്രസിനെ പറ്റി ചോദിക്കാറുണ്ട്, എന്റെ പാർട്ടിക്കകത്ത് നേതാക്കന്മാരെ പറ്റി ചോദിക്കാറുണ്ട്, പല സംസ്ഥാനങ്ങളിലെയും ഞങ്ങളുടെ വിഷയങ്ങളെ പറ്റി ചോദിക്കാറുണ്ട്. ഈ നാട്ടുകാർ ചോദിക്കാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ സൈന്യത്തിന് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ അതിർത്തിയിൽ എന്ത് സംഭവിക്കുന്നു, അതാരും ചോദിക്കുന്നില്ല. അതിർത്തിയിൽ നമ്മുടെ പട്ടാളക്കാര് തായ്വാങ് മേഖലയിൽ നമ്മുടെ പട്ടാളക്കാർക്ക് വലിയ പ്രശ്നമാണ്. അവിടെ ഏതാണ്ട് 20ഓളം പട്ടാളക്കാരെ കൊന്നു. ഏതാണ്ട് 2000 അല്ലെങ്കിൽ വളരെ കൂടുതൽ വസ്തു ഈ പറയുന്ന പോലെ ചൈനയുടെ കയ്യിലായിപ്പോയി. ബാക്കി വളരെ കൂടുതൽ പട്ടാളക്കാരെ മർദ്ദിച്ച് അവശരാക്കിയ ഒരു അവസ്ഥയുണ്ട്. ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഒരു വട്ടമല്ല, ആ ജോഡോ യാത്ര തീരുന്നത് വരെ ഈ പറയുന്നത് പോലെ നമ്മളുടെ ചൈനയും അറിയാമല്ലോ, ബോർഡറിൽ ഉണ്ടായ സംഘർഷം അറിയാമല്ലോ, തായ്വാൻ മേഖലയിലും അല്ലെങ്കിൽ ചില മേഖലയിലും ഒക്കെ ബോർഡറിനകത്ത് സംഘർഷം ഉണ്ടാവുകയും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്നത് കൊണ്ട് നമ്മൾക്ക് ആയുധം എടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയുള്ളതും, ആയുധം എടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് കായികമായിട്ട് പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നതും ചൈനക്ക് അന്ന് ബോർഡറിൽ നടന്ന പ്രശ്നത്തിനകത്ത് ചൈനയ്ക്ക് വലിയ വലിപ്പത്തിൽ ആൾനാശമുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന പട്ടാളക്കാർ അറിയാമല്ലോ, ഇപ്പൊ തന്നെ നീതുവിന് നല്ല നീളമാണല്ലോ, അതുപോലെ നമ്മുടെ പട്ടാളക്കാർക്ക് മിക്കവാറും ഉള്ളവരുടെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പട്ടാളക്കാരുണ്ട്. പലർക്കും പല ബോഡി ഫിഗർ. എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ചൈനക്കാരെന്ന് പറഞ്ഞാൽ അവന്മാർക്ക് ഈ 4 അടി നീളത്തിനകത്തുള്ള കാര്യമുള്ളൂ. നമ്മുടെ പട്ടാളക്കാർക്ക് പുതിയ ഈ നീളക്കൂടുതലാണ്, കായിക ശേഷിയും കൂടുതലാണ് അവരെ കാട്ടും. അപ്പൊ പരസ്പരം ഏറ്റുമുട്ടിയാൽ ജയിക്കുന്നത് എപ്പോഴും ഇന്ത്യൻ പട്ടാളമാണ്. മാത്രമല്ല ഇന്ത്യ രണ്ട് പട്ടാളം തമ്മിൽ മൊത്തത്തിൽ നോക്കുമ്പോഴും നമ്മുടെ പട്ടാളത്തെയാണ് കായിക ശേഷി. ലോകത്തെ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കായിക ശേഷിയുള്ള പട്ടാളക്കാർ വരുമ്പോൾ ഇസ്രായേലും ഇന്ത്യയൊക്കെ ഒരേ തരത്തിലൊക്കെ വരുമെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് വരും. അപ്പൊ ഇവന്മാരുടെ കഴുത്ത് പിടിച്ചൊടിച്ച് ഏതാണ്ട് 100ഓളം പട്ടാളക്കാർ മരിച്ചെന്നാ പറഞ്ഞു. അവസാനം അവർക്ക് സമ്മതിക്കേണ്ടി വന്നു, ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല, കാഷ്വാലിറ്റി പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു വന്ന് അവസാനം 25-ലെ അവർ സമ്മതിക്കുന്ന ഒരു അവസ്ഥ വന്നു. അപ്പൊ ഈ ഒരു ആക്ഷേപം നമ്മുടെ മാധ്യമങ്ങൾ, നമ്മളുടെ ഗവൺമെന്റ് ഒക്കെ അന്ന് ഈ വിഷയത്തെ പറ്റി കൊടുത്തതേറ്റ് പറയാതെ ചൈനയിൽ വന്ന് പറഞ്ഞ വാർത്ത, അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്ത, ഈ വാർത്ത എന്നിട്ട് പോലും അവർ 25 പേര് മരിച്ചു എന്നുള്ള കാര്യം അവിടെ നിന്ന് അവരുടെ മാധ്യമങ്ങളിൽ കൂടി, അവരുടെ മാധ്യമങ്ങൾ അറിയാമല്ലോ, അവർ പറയുന്നത് മാത്രം, അവിടെ നടക്കുന്നത് മാത്രം, മറ്റ് മാധ്യമങ്ങൾക്കൊന്നും സ്വാതന്ത്ര്യമില്ലാത്ത, അത്തരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യമൊന്നും ഇല്ലാത്ത രാജ്യമാണ് ചൈന. അപ്പൊ അവിടുന്ന് വരുന്ന വാർത്ത പോലും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും പറയാതെ നമ്മളെ മോശമാക്കുന്ന വാർത്ത മാത്രം എടുത്തു കാണിച്ച് നമ്മുടെ സൈന്യം എന്ന് പറയുന്നത് ശൂന്യമാണ്,
ഇന്ത്യ എന്ന് പറയുന്നത് ശൂന്യമാണ്, ബോർഡറിൽ നമ്മൾ കിടന്ന് അടിമേടിക്കുകയാണ്, നമ്മൾക്ക് വളരെ കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടായി, ഇത്തരത്തിൽ സൈന്യത്തെ അവഹേളിക്കുന്ന രീതിയിൽ നിരന്തരം പ്രസ്താവന നടത്തി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായത്. 2020 തായ്വാൻ എന്ന് പറഞ്ഞ 22 ഈ ഈ തായ്വാൻ ഞാൻ പറഞ്ഞു 2022 തവാങ് മേഖലയിലെ പ്രശ്നമാണ് ഇയാൾ ഈ ഉദ്ധരിക്കുന്നത്. അപ്പം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ലക്നോ MBML കോടതിയിൽ ഒരു കേസ് ഉണ്ടായി. സൈന്യത്തെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടാവുകയും ഈ കേസിനോടനുബന്ധിച്ച് വിചാരണ കോടതി, അതായത് MBML കോടതി ഇയാൾ നേരിട്ട് ഹാജരായി അല്ലെങ്കിൽ അതിന് സമാധാനം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം അതിന് റിട്ട് കൊടുത്തു. ഞാൻ നേരിട്ട് ഹാജരാവലിൽ നിന്ന് എന്നെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഞാൻ ആരെയും ആക്ഷേപിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി. അപ്പം ഈ പരാതി അന്ന് കൊടുത്തത് എന്ന് പറയുന്നത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ മുൻ ഡയറക്ടർ ആയിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ ഈ ഒരു ആക്ഷേപം വിചാരണ കോടതി നേരിട്ട് ഹാജരാവണമെന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈ കേസ് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഹൈക്കോടതിയിൽ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരെയും ആക്ഷേപിച്ചിട്ടില്ല, എന്റെ ഈ പരാമർശം കൊണ്ട് ക്ഷീണം തട്ടുന്നത് സൈന്യത്തിനാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ വക്കീല് ആർഗ്യ ചെയ്ത അപ്പം സൈന്യത്തെയാണ്, അത്തരത്തിൽ സൈന്യത്തിന് ആക്ഷേപം ഉണ്ടെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈനികനോ ഒന്നും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പറയുകയും, അപ്പം ഈ പറഞ്ഞതുപോലെ അന്ന് ഈ പറഞ്ഞ സൈന്യത്തെയും ഇന്ത്യൻ ആർമിയെയും ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത ബോർഡർ റോഡ് ഓർഗനൈസേഷൻ മുൻ ഡയറക്ടർ എന്ന് പറയുന്ന ആൾ ശരിക്കും പറഞ്ഞാൽ സൈനിക അല്ലെങ്കിൽ സൈനികനാണ്. അദ്ദേഹത്തിന്റെ പദവി എന്ന് പറയുന്നത് ഏതാണ്ട് ഈ സൈന്യത്തിലെ കേണലിന്റെ പദവിയിൽ വരുന്ന പോസ്റ്റാണ് ഈ പറയുന്നത്. അപ്പം അദ്ദേഹം സൈനികനാണെന്നല്ലോ, അപ്പൊ അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ, സൈന്യത്തെ ആക്ഷേപിച്ചിട്ടുണ്ട്, അത് കോടതി തള്ളി. യാതൊരു കാരണവശാലും വിചാരണ കോടതി പറഞ്ഞതനുസരിച്ച് കേസ് വിചാരണ കോടതി നിങ്ങൾ അല്ലെങ്കിൽ വിചാരണ കോടതി പറഞ്ഞതനുസരിച്ച് നിങ്ങളുടെ പേരിൽ കേസ് ഉണ്ടാകും. IPC എനിക്ക് തോന്നുന്നു 500 ആണെന്ന് തോന്നുന്നു സെക്ഷൻ. അതുപോലെ തന്നെ നിങ്ങൾ നേരിട്ട് ഹാജരാവുകയും വേണം. കാരണം ഇത്തരത്തിൽ സൈന്യത്തെ ആക്ഷേപിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ കോടതി വേറൊരു കാര്യം വളരെ കൃത്യമായിട്ട് നീതി ചോദിച്ചതുപോലെ ചോദിച്ചിട്ട് ഉണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന്, അത് ഈ ഇദ്ദേഹത്തിന്റെ വക്കീലോട് ചോദിച്ചത് അതെന്റെ വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. അത് പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ദോഷമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ പറയുന്നതല്ല. പ്രത്യേകിച്ചും ഇന്ത്യ പോലെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ സൈന്യത്തിന്റെ മനോവീര്യത്തെ കെടുത്തുന്ന രീതിയിലുള്ള പറച്ചിൽ യാതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അതിന് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് അത് അംഗീകരിച്ചു തരുന്നതിനോ കോടതി തയ്യാറല്ല എന്നുള്ള രീതിയിൽ കൃത്യമായ താക്കീത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്നും ഈ പറയുന്ന ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന് കിട്ടിയിട്ടുണ്ട്. അന്ന് ഇദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല, അന്ന് നടന്നതിന്റെ ഫലമായിട്ട് കുറെ ആൾക്കാരെങ്കിലും തെറ്റിദ്ധരിച്ച് നേരത്തെ ഉള്ളതിനെക്കാട്ടിൽ കൂടുതലായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കിയിട്ടുണ്ട്. അപ്പം ഒരു രാജ്യത്തിന്റെ ദേശീയതയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പട്ടാളക്കാരെയും അല്ലെങ്കിൽ ആ രാജ്യത്തിനെ മറ്റ് ത്തിന്റെ നേട്ടങ്ങളെ മറ്റ് രാജ്യത്തിന്റെ പറച്ചിലിന്റെ കൂടെ നിന്ന് ആക്ഷേപിക്കുന്ന രീതിയിലേക്കുമുള്ള ഒരു പരിപാടി ഇദ്ദേഹം എന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് നേരത്തെ ചൈനയുടെ ഭാഗത്ത് നിന്ന് ചൈന പറയുന്നത് പോലെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് സിന്ദൂർ എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയ ഒരു ഓപ്പറേഷൻ ലോകം അംഗീകരിച്ചപ്പോഴും അദ്ദേഹം ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു രീതിയുണ്ട്. ഏതായാലും പലവട്ടം ഇതിനു മുമ്പ് പല കേസുകളും അറിയാലോ, മോദി എന്ന് പറയുന്ന ആൾക്കാർ എല്ലാരും കള്ളന്മാരാ, മോദി എന്ന പേര്. അപ്പൊ മോദി എന്നുള്ള ആ ഒരു പേരുകാർ അല്ലെങ്കിൽ ആ ഒരു വിഭാഗം അതുകൊണ്ട് കേസ് കൊടുത്ത് ആ കേസിനകത്ത് ജാമ്യം എടുത്ത് നിൽക്കുകയാണ്. അതിന്റെ ഫൈനൽ അല്ലെങ്കിൽ ആ കേസ് തീർന്നിട്ടില്ല. അതുപോലെ തന്നെ സവർക്കറെ ആക്ഷേപിച്ച കേസ് അറിയാമല്ലോ, ആ കേസ് ഇദ്ദേഹം നിൽക്കും. അപ്പൊ നിരന്തരമായിട്ട് ഇദ്ദേഹത്തിന്റെ പണി ഇതാണ്, വേറെ പണിയൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ അറിയാഞ്ഞിട്ടല്ല. നമ്മൾ പറയുന്നത് പോലെ ഇതിനൊക്കെ കൃത്യമായ അജണ്ടയുണ്ട്. ഇത് പറയിക്കുന്നതിന് പുറകിൽ ചില ആൾക്കാരുണ്ട്. ഇന്ത്യക്കകത്ത് ഇത് പറയുന്നതിന് വേണ്ടി ഒരു പ്രതിപക്ഷ നേതാവിനെയും അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയെയും ഏറ്റെടുക്കുന്നതിന് ഇന്ത്യക്ക് വെളിയിലായിട്ടുള്ള ഇന്ത്യയുടെ ശത്രുക്കളായിട്ടുള്ള ആളുകളുണ്ട്. അതൊക്കെ വളരെ കൃത്യമായിട്ട് ഇപ്പം തെളിവുകളോട് കൂടി അല്ലെങ്കിൽ അതിന് ഇദ്ദേഹം ബന്ധപ്പെടുന്ന ആൾക്കാരുടെ ഒക്കെ തെളിവുകളോടുകൂടി കേന്ദ്ര ഗവൺമെന്റ് കയ്യിലുമൊക്കെ ഇരിപ്പുണ്ട്. ആവശ്യമുള്ളപ്പോൾ അത് ഏറ്റെടുക്കും. കാരണം അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള നീക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇദ്ദേഹം ഒരു ഇന്ത്യക്ക് അകത്ത് നിന്നുകൊണ്ട് ഇന്ത്യയെ ശത്രുക്കളുടെ കയ്യിലേക്കും ഇന്ത്യയെ ആക്ഷേപിക്കുന്നതിനും ഇന്ത്യയെ
ഇല്ലായ്മ ചെയ്യുന്നതിന് നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവും ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവും ഒക്കെ ആയിട്ടാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും കോടതി തൂക്കിയിട്ടുണ്ട്, നേരിട്ട് ഹാജരായ മതിയാകും. ഈ കേസിനകത്തും ഒരുപക്ഷെ പണി മേടിച്ചിരി കിട്ടാൻ ഉള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഇത് തുടരാതിരിക്കത്തൊന്നുമില്ല. കള്ളുകുടിയന്മാരെ എന്നും രാവിലെ എണീറ്റിട്ട് ഇന്ന് ഞാൻ കുടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് വൈകിട്ട് കുടിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ വഴക്കുണ്ടാക്കുന്നതാണ്. ഇന്ന് വൈകിട്ട് ഇയാൾ ഇത് സംസാരിക്കും. കാരണം ഇയാൾക്ക് ഇതിനെപ്പറ്റി വലിയ ബോധമൊന്നും ഇല്ല, അല്ലെങ്കിൽ വളരെ ബോധത്തോടു കൂടി സംസാരിക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ. യെസ്, അതാണ്. എന്തായാലും കേന്ദ്ര സർക്കാരിനോടും ബി.ജെ.പിയോടുമുള്ള രാഹുൽ ഗാന്ധിയുടെ വിദ്വേഷം കേന്ദ്രം അനുമതി നൽകുന്ന എല്ലാ സിസ്റ്റത്തിലേക്കും പടരുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇന്ത്യൻ സേനയെ ഉൾപ്പെടെ അധിക്ഷേപിക്കുന്ന ഒരു കാഴ്ചയുണ്ടാവാനും ഇടയായത്. കാരണം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന, സംരക്ഷണം ഒരുക്കുന്ന ഇന്ത്യൻ സേനയെ പോലും വിമർശന വിധേയമായി രാഹുൽ ഗാന്ധി സമീപിക്കുമ്പോൾ വ്യക്തമായി രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ നടപടിയെടുക്കുകയാണ് കോടതി ഉൾപ്പെടെ. അലഹബാദ് ഹൈക്കോടതി വിചാരണ രാഹുൽ ഗാന്ധി നേരിടേണ്ടി വരും എന്നുള്ള സൂചന തന്നെയാണ് നൽകുന്നത്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.